നമ്മളങ്ങനെ 2025 എന്ന് പറഞ്ഞൊരു വർഷവും കടന്ന് 2026 കയറാൻ പോവുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടായ ഒരു വർഷമായിരിക്കും. ഇപ്പൊ എന്റെ ലൈഫിൽ നോക്കുകയാണെങ്കിൽ ഞാൻ കുറെ കാര്യങ്ങൾ നേടി, കുറച്ച് കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ലൈഫ് പോകുന്നത്. എപ്പോഴും നമുക്കൊരു ഗ്രാഫ് ഇങ്ങനെ അപ്പ് എന്ന് പറഞ്ഞ് മാത്രം പോയില്ല, അപ്പ് ആൻഡ് ഡൗൺസ് ചേർന്നാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ റെസൊല്യൂഷൻസ് എഴുതി വെക്കാറുണ്ട്. ഈ വർഷം ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ ജിം, മണി, ഡിസിപ്ലിൻ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ ജനുവരി തുടങ്ങി ജനുവരി ഫസ്റ്റ് വീക്ക് കഴിയുമ്പോൾ അല്ലെങ്കിൽ സെക്കൻഡ് വീക്ക് കഴിയുമ്പോൾ തന്നെ ഇതിൽ പലതും ഡിസപ്പിയർ ആകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിലൊന്നും നമുക്ക് ഫോളോ ചെയ്യാൻ സാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ വർഷം ഞാൻ നമ്മുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് വലിയ ഗോൾസ് കാര്യങ്ങളൊന്നുമല്ല, കുറച്ച് സ്റ്റാൻഡേർഡ്സ്, നമ്മുടെ ജീവിത നിലവാരത്തിലുള്ള കുറച്ച് സ്റ്റാൻഡേർഡ്സ് ആണ് ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് വെക്കാൻ പോകുന്നത്. കാരണം ഗോൾസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മാത്രം നിങ്ങൾക്ക് അതിന്റെ മോട്ടിവേഷൻ നിൽക്കും. പക്ഷെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ലൈഫ് ലോങ് കൊണ്ടുപോകേണ്ട ഒരു സാധനമാണ്. അതിലൊന്നാമതായിട്ട് ഞാൻ വെക്കുന്ന ഒരു കാര്യമാണ്, എന്നാൽ പല ആളുകളും പറയാത്തൊരു കാര്യമാണ്, ഏണിംഗ് റെസ്പെക്ട് നോട്ട് അറ്റൻഷൻ. ഇന്ന് അറ്റൻഷൻ ലഭിക്കാനായിട്ട് എന്തും കാട്ടിക്കൂട്ടാൻ തയ്യാറായിട്ടുള്ള ഒരു സമൂഹമാണ് നമ്മുടെ ചുറ്റിനുള്ളത്. നമ്മൾ ഈ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സിനെ തന്നെ എടുത്തു നോക്കിയാൽ മതി. അറ്റൻഷന് വേണ്ടി എന്ത് വൃത്തികെട്ട പരിപാടിയും കാണിക്കാനും അല്ലെങ്കിൽ എത്ര തറയായിട്ട് പോകാനും ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത രീതി വരെ പോകാനും തയ്യാറായിട്ടുള്ള ആളുകളാണ്. അത് പ്രസിദ്ധി, ഫേമസ് ആകുക എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ശരിക്കും അത് ഫേമസ് ആകുക അല്ല, നൊട്ടോറിയസ് ആണ്. പ്രസിദ്ധിക്കും കുപ്രസിദ്ധിക്കും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ഫേമസ് ആൻഡ് നൊട്ടോറിയസ് ആർ എക്സ്ട്രീംലി ഡിഫറെന്റ് തിങ്സ്. നൊട്ടോറിയസ് എന്ന് പറയുന്നത് കുപ്രസിദ്ധിയാണ്. ഒരാളെ പറ്റി മോശം രീതിയിൽ പ്രചരിച്ച് മോശം രീതിയിൽ അയാൾ 10 പേര് അറിയപ്പെടുന്നതിനാണ് കുപ്രസിദ്ധി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഈ അടുത്തിടയ്ക്ക് തന്നെ ഒരുപാട് ആളുകളെ എങ്ങനെ കാണുന്നുണ്ട്. ചീപ്പ് അറ്റൻഷനും പബ്ലിസിറ്റിക്കും വേണ്ടി ഞാൻ ഗർഭിണിയാണ് എന്ന് വരെ പറഞ്ഞൊരു പുരുഷന്റെ കഥ വരെ നമുക്കറിയാം. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, അതെന്റെ സബ്ജക്റ്റും അല്ല. അങ്ങനെ എന്താ പറയുക, ചെളിയിലേക്ക് കല്ല് വലിച്ചെറിഞ്ഞാൽ അത് തെറിക്കുന്നത് നമ്മുടെ ഇതും കൂടെ ആയിരിക്കും എന്ന് പറയുന്നത്, അതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നില്ല. സോ അങ്ങനെ ഒരുപാട് പല ആളുകളും, നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ ആരെയും പേരെടുത്ത് പറയാനോ ഓരോന്നും മെൻഷൻ ചെയ്യാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ അത്രത്തോളം തരം താഴ്ന്ന രീതിയിൽ വരെ പോകാൻ തയ്യാറായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് കുപ്രസിദ്ധിക്ക് വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ന്യൂ ഇയർ ആയിട്ട് നമ്മുടെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഏണിംഗ് റെസ്പെക്ട് നോട്ട് അറ്റൻഷൻ. അറ്റൻഷൻ സീക്കിങ്ങും റെസ്പെക്റ്റും തമ്മിൽ വ്യത്യാസമാണ്. റെസ്പെക്ട് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിനും നമ്മുടെ ലൈഫ് സ്റ്റൈലിനും ഒരു ക്ലാസ് തരുന്ന സാധനമാണ്. അറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പേര് ശ്രദ്ധിക്കാൻ നമ്മൾ എന്ത് കാണിച്ചാലും നമുക്ക് അവിടെ അറ്റൻഷൻ ലഭിക്കും. അതായത് പബ്ലിക്കായിട്ട് റോഡിലൂടെ ഡ്രസ്സൊന്നും ഇല്ല നഗ്നനായിട്ട് ഓടിക്കഴിഞ്ഞാൽ അവിടെ അറ്റൻഷൻ ലഭിക്കും. അറ്റൻഷൻ ലഭിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ 4 ആളുകളുടെ ഇടയ്ക്ക് ഒരു ബഹുമാനം ലഭിക്കുക, ഒരു റെസ്പെക്റ്റഡ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. റെസ്പെക്ട് നമ്മൾ ഏൺ ചെയ്തെടുക്കുന്ന സാധനമാണ്. നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, നമ്മൾ എങ്ങനെ സംസാരിക്കുന്നു, നമ്മൾ നമ്മളെ തന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, ഇതൊക്കെ അനുസരിച്ചാണ് മറ്റാളുകൾ നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നത്. അതിനാദ്യം നമ്മൾ നമ്മളെ തന്നെ റെസ്പെക്ട് ചെയ്യണം. നമ്മൾ നമ്മളെ തന്നെ, നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ, നമ്മുടെ സംസാരത്തിന്, നമ്മുടെ ജീവിതത്തിനെ തന്നെ നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് മറ്റാളുകളും അത് ശ്രദ്ധിച്ച് നമുക്ക് റെസ്പെക്ട് തന്നു തുടങ്ങുന്നത്. സോ റെസ്പെക്ട് യുവർ സെൽഫ് ഫസ്റ്റ്. നിങ്ങളെ തന്നെ ഈ വർഷം റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങുക. നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ ജീവിത നിലവാരം, നിങ്ങളുടെ ജീവിത ശൈലി, നിങ്ങളുടെ ചിന്താഗതി, ഈ കാര്യങ്ങളെല്ലാം നിങ്ങളിൽ തന്നെ റെസ്പെക്ട് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മളിൽ തന്നെ ഇങ്ങനെ ഒരു റെസ്പെക്ട് ഉണ്ടാക്കിയെടുക്കാം. മറ്റാളുകൾ നമ്മളെ അപമാനിക്കുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്ന സ്ഥലത്ത് നിന്ന്, അല്ലെങ്കിൽ മറ്റാളുകൾ നമ്മളോട് നല്ല രീതിയിൽ പെരുമാറുന്നു എന്നുള്ള സ്ഥലത്ത് നിന്നാണ് നമുക്ക് സ്വന്തമായിട്ട് നമ്മളോട് തന്നെ ഒരു റെസ്പെക്ട് ഉണ്ടായി തുടങ്ങുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഒരു ഷോറൂമിൽ, എന്തെങ്കിലും ഒരു ഷോറൂം ആയിക്കോട്ടെ, തുണിക്കടയോ അല്ലെങ്കിൽ കാർ ഷോറൂമോ ഏതെങ്കിലും ഷോറൂം ആകുമ്പോൾ നിങ്ങളെ പൊതുവെ ആരും അങ്ങനെ റെസ്പെക്ട് ചെയ്യാത്ത ഒരാളാണ്. പക്ഷെ ആ ഷോറൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ സെയിൽസ്മാൻ നിങ്ങൾ വരൂ സാർ, എന്താ വേണ്ടതെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളോട് തന്നെ ചെറിയൊരു റെസ്പെക്ട് തോന്നി തുടങ്ങും. അതുപോലെ തന്നെ 10 പേരുടെ മുമ്പിൽ വെച്ച് ഒരാൾ നമ്മളെ അപമാനിക്കുകയാണെങ്കിൽ, അതായത് നിങ്ങളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് കയറി ചെല്ലുമ്പോൾ നിങ്ങളോട് പറയണം ഞാൻ അങ്ങോട്ട് മാറി നിൽക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളോടുള്ള റെസ്പെക്ട് തന്നെ മനസ്സിൽ കുറയും. അപ്പോൾ നിങ്ങൾ പതിയെ തന്നെ ആവും എൻ്റെ വാല്യൂ ഇത്രയേ ഉള്ളൂ എന്ന് നിങ്ങൾ പോലും അറിയാം, നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ അത് സെറ്റ് ആവും. സോ നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളിപ്പോൾ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അപമാനിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യമായിട്ടുള്ളൊരു പരിഗണന തരാത്ത ബന്ധുക്കളൊക്കെ ഉണ്ടാവും. നമുക്ക് ചെയ്യാൻ പറ്റുന്നവർ അവരെ നിർബന്ധിച്ച് നമ്മളെ ബഹുമാനിപ്പിക്കാൻ സാധിക്കില്ല. നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് അങ്ങനെ നമ്മൾ അർഹിക്കുന്ന ബഹുമാനം അല്ലെങ്കിൽ നമ്മൾ അർഹിക്കുന്ന ഒരു പരിഗണന തരാത്ത സ്ഥലങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത്. അതിന് നമുക്ക് ആരുടെയും അനുവാദം ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങളുടെ ഒരു റിലേറ്റീവിന്റെ വീട്ടിൽ പോകുമ്പോൾ നിങ്ങൾ അപമാനിക്കുന്ന ഒരാളാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് പോകാതിരിക്കുക. അവരുമായിട്ട് കണ്ടുമുട്ടുന്ന സന്ദർഭങ്ങൾ ഒഴിവാക്കുക. ഇനി കണ്ടുമുട്ടിയാൽ തന്നെ നിങ്ങൾ വലിയ രീതിയിൽ അവർക്കൊരു മൈൻഡ് കൊടുക്കാതെ പോവുക. അങ്ങനെ വരുമ്പോൾ പതുക്കെ നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് ഒരു റെസ്പെക്ട് തോന്നി തുടങ്ങും. നമ്മളെ അപമാനിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് നമ്മൾ അങ്ങനെ കയറി ചെന്ന് വീണ്ടും അപമാനം എടുത്തു വെക്കേണ്ട കാര്യമില്ല. അത് നിങ്ങളുടെ സുഹൃത്തുക്കളായാലും ബന്ധുക്കളായാലും മറ്റാരായാലും നമ്മൾ തന്നെ ആദ്യം നമ്മൾക്ക് പരിഗണന കൊടുത്തു തുടങ്ങുക. നോട്ട് എവരി വൺ ഡിസേർവ്സ് ആക്സസ് ടു യു. എല്ലാവർക്കും നിങ്ങളിലേക്കുള്ള ഒരു ഫ്രീ ആക്സസ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വോക്കിംഗ് അവേ, അതായത് അവിടെ ആ സ്ഥലത്ത് നിന്ന് പോവുക, അത് ഈഗോ അല്ല, സെൽഫ് വർത്ത് ആണ്. അതുപോലെ തന്നെ റെസ്പെക്ട് ആദ്യം തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഇന്റേണലി ആണ്.
ഇന്റേണലി അത് വന്നതിന് ശേഷമാണ് എക്സ്റ്റേണലി അത് റിഫ്ലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളോട് നിങ്ങളുടെ ഉള്ളിൽ തന്നെ റെസ്പെക്ട് വന്നു തുടങ്ങണം. അത് പിന്നെ പതിയെ പുറത്ത് റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഇനി രണ്ടാമത്തെ റെസൊല്യൂഷനിലേക്ക് വരാം. ഇമോഷണൽ ബാലൻസ് ആൻഡ് മെന്റൽ സ്ട്രെങ്ത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ കാർ വാങ്ങിക്കോ, ലോറി വാങ്ങിക്കോ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു കോടി രൂപ ഈ വർഷം ഉണ്ടാക്കും, അതൊന്നുമല്ല നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ റെസൊല്യൂഷൻസ്. നമ്മുടെ ജീവിത നിലവാരം അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് വർത്ത് ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ബേസിക് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ വേണ്ട കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ വർഷത്തെ റെസൊല്യൂഷൻസ്. അപ്പൊ രണ്ടാമത്തെ റെസൊല്യൂഷൻ ഇമോഷണൽ ബാലൻസ് ആൻഡ് മെന്റൽ സ്ട്രെങ്ത്. ഈ വർഷം ഇമോഷണൽ റിയാക്ഷൻസിന് മുകളിലായി ഇമോഷണൽ ബാലൻസ് നമ്മൾ ചൂസ് ചെയ്യാം. അതെങ്ങനെ ചൂസ് ചെയ്യാം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇമോഷണലി ഡൗൺ ആകുന്ന സന്ദർഭങ്ങളിൽ അറിഞ്ഞുകൊണ്ട് പോയി ചേർന്ന് കയറി കൊടുക്കാതിരിക്കുക. നമുക്കിപ്പോൾ അറിയാം, ഈ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇമോഷണലി ഡൗൺ ആവും. നമ്മുടെ ഇമോഷണൽ ബാലൻസിന് അല്ലെങ്കിൽ നമ്മൾക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കും, മാനസികമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സ്ഥലമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരിക്കലും അങ്ങോട്ട് പോകാതിരിക്കുക. അതുപോലെ തന്നെ മോശം സന്ദർഭങ്ങളിൽ പൊട്ടിത്തെറിച്ച് അവിടെ പെരുമാറാതിരിക്കുക. വോക്ക് അവേ. ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് അവരോട് വലിയ ഡയലോഗ് ഒന്നും അടിച്ചേക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നമ്മുടെ ശാരീരികമായി അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടിക്കുന്ന കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കവിടെ പ്രതികരിക്കാം. അല്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അവരോട് നിന്ന് ഇങ്ങനെ സംസാരിച്ച് തർക്കിച്ച് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല. അവരവരുടെ വഴിക്ക് വിട്ടേക്ക് നമ്മൾ വോക്ക് അവേ ചെയ്യുക, നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോവുക. സംടൈംസ് സൈലൻസ് ഈസ് എ സ്ട്രോങ്ങസ്റ്റ് റെസ്പോൺസ്. ഒന്നും പറയാതിരിക്കുക എന്നുള്ളതാണ് ചില സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആർക്കെങ്കിലും നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ മുകളിൽ, നിങ്ങളുടെ ലൈഫിന് മുകളിൽ കൺട്രോൾ ഉണ്ട് എന്നാണ് അർത്ഥം. സോ അതുകൊണ്ട് തന്നെ ഡിറ്റാച്ച് ആകുക. ഈ വർഷം ആ പവർ നമ്മൾ തിരിച്ചു വാങ്ങിക്കുക. നമ്മുടെ ഇമോഷൻസിന് മുകളിൽ മറ്റൊരാൾക്കുള്ള പവർ നമ്മൾ തിരിച്ചു വാങ്ങിക്കുക. മൂന്നാമത്തെ പോയിന്റ് സ്ട്രെസ് മാനേജ്മെന്റ് ആണ്. സ്ട്രെസ് എന്ന് പറയുമ്പോൾ പലരും ജോലിയുമായി ബന്ധപ്പെടുത്തി പറയുമെങ്കിലും അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല നമ്മുടെ ലൈഫിൽ സ്ട്രെസ്സുകൾ ഉണ്ടാകുന്നത്. ഓവർ തിങ്കിങ്ങിൽ നിന്നുണ്ടാവും, പീപ്പിൾ പ്ലീസിംഗിൽ നിന്നുണ്ടാവും. എപ്പോഴും ഒരാളെ നമുക്കിങ്ങനെ പ്ലീസ് ചെയ്ത് നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ നമുക്ക് തന്നെ ഉള്ളിൽ നമ്മളറിയാതെ ഒരു സ്ട്രെസ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ കൺട്രോളിലല്ലാത്ത സാധനങ്ങൾ നമ്മൾ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, അവർ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചില്ല, അത് നിങ്ങൾ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുക. എന്താണ് അയക്കാത്തത്, എന്താ മെസ്സേജ് അയക്കാത്തത്, അത് നിങ്ങളുടെ കൺട്രോളിലുള്ള കാര്യമല്ല. അതുപോലെ തന്നെ മറ്റൊരാളുടെ ചിന്താഗതി, അവർ നമ്മളെപ്പറ്റി എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് ഇപ്പൊ നമ്മുടെ കൺട്രോളിലല്ല. നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് നമുക്ക് ചേഞ്ചസ് വരുത്താം. അപ്പോൾ നമ്മുടെ കൺട്രോളിലല്ലാത്ത അങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിച്ച് സ്ട്രെസ് ആവാതിരിക്കുക. നമ്മുടെ കൺട്രോളിലുള്ള എന്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്, ആ കാര്യങ്ങളിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തുക. അടുത്ത റെസൊല്യൂഷനാണ് മിനിമം 8 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക എന്നുള്ളത്. ഉറക്കം നമ്മുടെ ജീവിതത്തിൽ മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പല ആളുകളും ഇപ്പോൾ 12 മണി, 1 മണി, 2 മണിക്കൊക്കെയാണ് കിടന്നുറങ്ങുന്നത്, 8 മണിക്കാണ് എഴുന്നേക്കുന്നത്. ആ കാര്യം ഒന്ന് ചേഞ്ച് വരുത്തുക. 11 മണി മുതലുള്ള ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് റിപ്പയറിന് അത്യാവശ്യമാണെന്നാണ് പല പഠനങ്ങളും പറയുന്നത്. സോ ഒരു 10:30 ഒക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴേ കിടന്നുറങ്ങിയിട്ട് രാവിലെ ഒരു 6:30, 7 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേക്കാൻ ശ്രമിക്കുക. അതാണ് ഹെൽത്തിന് എപ്പോഴും നല്ലത്. മാത്രമല്ല ഒരു 8 hours, ഇപ്പം നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ഉള്ള ആളുകൾ, ഞാൻ നിങ്ങളെ കുറിച്ചല്ല പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയുടെ ഭാഗമാണ്, മറ്റു വഴികളില്ല, ഓക്കെ. അപ്പം അല്ലാതെ ഉറങ്ങാനുള്ള സാഹചര്യം ഉണ്ടായിട്ട് ഉറങ്ങാത്ത ആളുകളുണ്ടല്ലോ, അവരെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്ക് രാത്രി 11 മണിക്ക് കിടന്നുറങ്ങാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ 11 മണിക്ക് കിടന്നുറങ്ങുക. ഒരു 8 മണിക്കൂർ കണ്ടിന്യൂസ് സ്ലീപ്പ് എടുക്കുക. സോ രാവിലെ ഒരു 10:30 കിടന്നുറങ്ങിയാൽ രാവിലെ 6:30 എഴുന്നേക്കാം. 11 മണിക്ക് കിടന്നുറങ്ങിയാൽ രാവിലെ 7 മണിക്ക് എഴുന്നേക്കാം. അപ്പോൾ 11 മണിയോട്ടുള്ള സ്ലീപ്പ് നമ്മുടെ ശരീരത്തിനും നമ്മുടെ ബോഡി റിപ്പയറിനും ഒക്കെ അത്യാവശ്യമാണെന്നാണ് പല പഠനങ്ങളും പറഞ്ഞിരിക്കുന്നത്. അടുത്ത പോയിന്റ് ആണ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. ഞാൻ ഇതിനു മുമ്പുള്ള പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള പോലെ ഈ ന്യൂ ഇയറിലെങ്കിലും ഈ വർഷം മുതലെങ്കിലും കൃത്യമായിട്ട് നിങ്ങളുടെ വരവ് ചെലവുകൾ ട്രാക്ക് ചെയ്യുക. ഇപ്പൊ അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് അക്കൗണ്ട് ആൻഡ് എക്സ്പെൻസ് മാനേജർ എന്ന് പറഞ്ഞിട്ട്, ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തേക്കാം. അപ്പൊ ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കൃത്യമായിട്ട് നിങ്ങൾ 1 രൂപ ഒരു ദിവസം ചെലവഴിക്കുന്നുണ്ടെങ്കിലും ആ 1 രൂപ കൃത്യമായിട്ട് അതിനകത്ത് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടുന്ന പൈസയും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങളൊരു ബഡ്ജറ്റ് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ വരവിനനുസരിച്ച്, ഇപ്പോൾ നിങ്ങൾ 20,000 രൂപ വരുമാനമുള്ള ഒരാളാണെങ്കിൽ 15,000 രൂപയുടെ ബഡ്ജറ്റ് സെറ്റ് ചെയ്യുക. ആ 15,000 രൂപയിൽ നിങ്ങളുടെ ചെലവുകൾ നിർത്തുക. അപ്പൊ കൃത്യമായിട്ട് വരവ് ചെലവുകൾ ട്രാക്ക് ചെയ്യുക. അതുപോലെ ഇമ്പൾസീവ് ആൻഡ് ഇമോഷണൽ സ്പെൻഡിങ് നിയന്ത്രിക്കുക. അതായത് പെട്ടെന്ന് നിങ്ങൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആമസോണിൽ നിങ്ങളൊരു സാധനം കാണുന്നു, അത് കണ്ട് അട്രാക്റ്റഡ് ആയിട്ട് ഇമ്പൾസീവ് ആയിട്ട് ബൈ ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരാവശ്യമില്ലാത്ത സാധനമായിരിക്കും, പക്ഷേ ആ പെട്ടെന്ന് തോന്നുന്ന ഒരു ഇമ്പൾസിവിറ്റിയുടെ കാര്യത്തിൽ നിങ്ങളത് ബൈ ചെയ്യുന്നു. അപ്പൊ അങ്ങനെയുള്ള ഇമ്പൾസീവ് ബൈങ്ങിങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുക. ഞാൻ ഇതിനു മുമ്പുള്ള പല വീഡിയോ പറഞ്ഞിട്ടുള്ള പോലെ അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അത് നിങ്ങളുടെ കാർട്ടിലേക്ക് ആഡ് ചെയ്തിടുക. അതിനുശേഷം ഒരാഴ്ചയോ അല്ലെങ്കിൽ 1.5 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും സ്റ്റിൽ നിങ്ങൾക്കത് വേണം എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം വാങ്ങിക്കുക. അപ്പോൾ പല കാര്യങ്ങളും ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും അതിന്റെ യൂസ് ഇല്ല എന്ന് നമുക്ക് തന്നെ നോക്കിയിട്ട് നമ്മൾ വാങ്ങിക്കില്ല. ഒരാഴ്ചത്തെ കൂളിംഗ് ടൈം അതിന് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഇമ്പൾസീവ് ബൈങ് ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിൽസിൽ പേഴ്സണൽ ഡെവലപ്മെന്റ് ഇൻവെസ്റ്റ് ചെയ്യുക. മറ്റുള്ളവരെ ബോധിപ്പിക്കാനുള്ള കാര്യങ്ങളിലേക്കല്ല, നിങ്ങൾക്ക് എന്താണ് പ്രയോജനപ്പെടുന്നത്, നിങ്ങളുടെ സ്കിൽസ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ വരുമാനം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. അടുത്ത കാര്യമാണ് ഹെൽത്ത് മാനേജ്മെന്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഈ ശരീരം ഇത് മാത്രമാണ് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ മരണം വരെ നമുക്ക് മാറ്റാൻ പറ്റാത്തൊരു കാര്യമാണ് നമ്മുടെ ഈ ശരീരം. നമ്മൾ ഈ ശരീരത്തിൽ ജനിച്ചു, അറ്റ്ലീസ്റ്റ് ആസ് പെർ നൗ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചെങ്കിലും നമുക്ക് ഈ ശരീരത്തിൽ മാത്രമേ മരണം വരെ ജീവിക്കാൻ സാധിക്കുള്ളൂ. ഇനി നാളെ സയൻസ് ഒക്കെ ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ ബോഡി സ്വാപ്പിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഈ പ്രസന്റ് സിറ്റുവേഷനിൽ നമ്മൾ ജനിക്കുന്നതും മരിക്കുന്നതും ഇതേ ശരീരത്താണ്. അപ്പോൾ ആ ശരീരത്തിന് പ്രോപ്പറായിട്ട് ടേക്ക് കെയർ ചെയ്യുക, ആദ്യം പറഞ്ഞ പോലെ നന്നായിട്ട് ഉറങ്ങുക, പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യുക, അതിൽ കാർഡിയോ ഉൾപ്പെടുത്തുക, വെയിറ്റ് ട്രെയിനിങ് ഉൾപ്പെടുത്തുക, അതുപോലെ ജങ്ക് ഫുഡ്സ് ഒക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം ഒരുപാട് പേർക്ക് വളരെ കോമൺ ആയിട്ട് ഫാറ്റി ലിവറൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പം അതിന് വണ്ണം വെക്കണം അല്ലെങ്കിൽ മദ്യപിക്കണം അങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് മോഷൻ ലൈഫ് സ്റ്റൈലിലൊക്കെ ഒന്നും പോകാതിരിക്കുന്ന ആളുകൾക്ക് പോലും ഇപ്പോൾ ഫാറ്റി ലിവർ ഗ്രേഡ് 1 ഒക്കെ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ജങ്ക് ഫുഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത സെൽഫ് റെസ്പെക്ട് ആൻഡ് ബൗണ്ടറീസ് ആണ്. അനാവശ്യമായിട്ട് ഓവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒഴിവാക്കുക, അണ്ടർസ്റ്റാൻഡിങ്ങിനായിട്ട് ബെഗ് ചെയ്യുന്നത് ഒഴിവാക്കുക. അതുപോലെ നമ്മളെ വാല്യൂ ചെയ്യാത്ത സ്ഥലങ്ങളിലേക്ക് ഫിറ്റിനാകാൻ വേണ്ടി നമ്മളെ തന്നെ ചുരുക്കുന്ന പ്രവണത ഒഴിവാക്കുക. നമ്മൾക്ക് വാല്യൂ തരുന്ന സ്ഥലങ്ങളിൽ മാത്രം നമ്മൾ നിന്നാൽ മതി. നമ്മൾ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന, നമുക്ക് വാല്യൂ തരാത്ത സ്ഥലത്ത് നമ്മളെ തന്നെ ചെറുതാക്കിക്കൊണ്ട് ഒതുങ്ങിക്കൂടേണ്ട ആവശ്യമില്ല. അപ്പൊ അതിന് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോൺ പൊട്ടിച്ച് പുറത്തിറങ്ങേണ്ടി വരും. അപ്പൊ അതും നിങ്ങളുടെ ലൈഫിലുള്ള ചേഞ്ച് ആയിരിക്കും. നിങ്ങളെ സ്ഥിരമായിട്ട് അപമാനിക്കുന്ന ഒരു മേലുദ്യോഗസ്ഥന്റെ അണ്ടറിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് പണിയെടുക്കണമെന്നില്ല. നിങ്ങൾക്ക് ആ ഷെല്ല് ബ്രേക്ക് ചെയ്ത് കുറച്ചുകൂടെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് റെസ്പെക്ട് കിട്ടുന്ന ഒരു ജീവിത നിലവാരത്തിലേക്ക് പോവാം. നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ ഡിസ്റെസ്പെക്റ്റും അല്ലെങ്കിൽ ഓരോ അപമാനവും നിങ്ങളുടെ ശരീരത്തിനെയും മനസ്സിനെയും തന്നെ തളർത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ശരീരത്തിൽ സ്ട്രെസ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശരീരം ഇല്ലാതെ കുറച്ച് പണം മാത്രം സമ്പാദിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ മനസ്സിനും കൂടെ സംതൃപ്തിയുള്ള, നിങ്ങൾക്ക് റെസ്പെക്ട് തരുന്ന ഒരു പ്രൊഫഷനിലേക്ക് നിങ്ങൾക്ക് തിരിയാം. അപ്പൊ അതിനൊക്കെ ഈ വർഷം ഒരു തുടക്കം ഇടുക. അപ്പോൾ ഈ വർഷം എന്ന് പറയുന്നത് നമ്മൾ പെർഫെക്റ്റ് ആകുക എന്നുള്ളതല്ല, നമ്മുടെ ജീവിതം ഒന്ന് അലൈൻ ചെയ്യുക, നമ്മുടെ ജീവിതം ഒരു സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ വർഷത്തെ നമ്മുടെ റെസൊല്യൂഷൻ. ഒരു സ്റ്റാൻഡേർഡ് ലൈഫ് സ്റ്റൈൽ അതിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മുടെ ഈ വർഷത്തെ ന്യൂ ഇയർ റെസൊല്യൂഷൻ. അതിൽ സമാധാനം ഉണ്ടാവും, ഡിസിപ്ലിൻ ഉണ്ടാവും, മോർ ഓവർ സെൽഫ് റെസ്പെക്ട് ഉണ്ടാവും. അപ്പോൾ നമ്മളെ തന്നെ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതവും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ തിരിച്ച് റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് പ്രോപ്പറായിട്ട് നിങ്ങളുടെ ലൈഫ് മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള, ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ളൊരു പുതിയ ന്യൂ ഇയർ ഞാൻ എല്ലാവർക്കും ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് and happy new year. So video ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. I hope you find this video helpful. If you like this video, please like, share and subscribe, and please don't forget to enable the bell button. I'll see you in my next video. I'm Adil Hussain signing off. Once again, happy new year.